നമസ്കാരം. കിഴക്കൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം ഒരു ചേട്ടൻ എന്നെ വിളിച്ചിട്ട് ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യുകയുണ്ടായി. അപ്പം ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണമെന്ന് ആൾ ആവശ്യപ്പെട്ടിരുന്നു. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആൾ ജോലി ചെയ്യുന്ന വീട്ടിലെ ലാൻഡ് ഫോണിലേക്ക് ഒരു കോള് വരികയാണ്. സംഭവം കോള് വന്നപ്പോഴത്തേനും അവിടുത്തെ അമ്മാമ്മയാണ് ഫോൺ ആൻസർ ചെയ്ത്. വിളിച്ച ആൾ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടുത്തെ വൈഫൈ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് പ്രൊവൈഡറാണ്. നിങ്ങളുടെ ഇൻ്റർനെറ്റിന് സ്പീഡ് കുറവാണ് നിലവിൽ. അപ്പോൾ സ്പീഡ് നിങ്ങൾ ബൂസ്റ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. സ്വാഭാവികമായിട്ടും ഇൻ്റർനെറ്റിൻ്റെ സ്പീഡ് നമുക്ക് എത്ര കിട്ടിയാലും മതിയാവത്തില്ലല്ലോ. നമ്മൾ ആരായാലും പറഞ്ഞു പോകും നമുക്ക് സ്പീഡ് കൂടുതൽ വേണമെന്ന്. അപ്പം അവർ പറഞ്ഞു, ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു, ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ നിങ്ങളുടെ മൊബൈലിൽ ഡൗൺലോഡ് ചെയ്യണം ഫസ്റ്റ്, എന്നിട്ടാണ് അതിനകത്ത് നിങ്ങളുടെ ലോഗിൻ ചെയ്തിട്ടാണ് കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അവരുടെ മൊബൈലിൽ ചെയ്യാൻ നോക്കി, അമ്മമ്മയുടെ മൊബൈലിൽ ചെയ്യാൻ നോക്കിയപ്പോഴും പറ്റിയില്ല. ആ ഫോൺ ഐഫോൺ ആയിരുന്നു, അതിൽ ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ഇരുന്ന സമയത്ത് അമ്മമ്മ പറഞ്ഞു, അവിടുത്തെ നമ്മുടെ ഈ വിളിച്ച ചേട്ടൻ്റെ മൊബൈലിൽ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞു. ആളുടെ മൊബൈൽ ആൻഡ്രോയിഡ് ആയിരുന്നു, അതിൽ ചെയ്യാനായിട്ട് പറ്റി. സംഭവം ഇതൊക്കെ കഴിഞ്ഞു, കോള് കട്ടായി. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും ഇത് ആപ്ലിക്കേഷനൊന്നും വർക്ക് ചെയ്യുന്നില്ല. അങ്ങനെ വന്നപ്പോഴത്തേനും ആൾ മൊബൈൽ എടുത്ത് നോക്കിയപ്പോൾ മൊബൈൽ ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല. ഈവൻ മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്യാൻ പോലും പറ്റുന്നില്ല. അതായത് മൊബൈൽ ഹാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇത് കുറച്ച് നേരം ആൾ വെച്ചു, കുറച്ച് നേരം പണിപ്പെട്ട് സാധനം ഓഫ് ചെയ്തതിന് ശേഷം പിന്നീട് ഓൺ ചെയ്ത് ഫോൺ ഫോർമാറ്റ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഫോണിലെ റീസെൻറ്റ് ഫയൽസ് എടുത്ത് നോക്കി, ഫയൽ മാനേജറിൽ. അതെടുത്ത് നോക്കിയപ്പോഴത്തേക്കും ആളുടെ എല്ലാ ഫയലുകളും ഹാക്കേഴ്സ് ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ ആക്സസ് ചെയ്തിട്ടുണ്ട്. ഈവൻ ബാങ്കിൻ്റെ അടക്കമുള്ള എല്ലാ ആപ്ലിക്കേഷൻസും അവർ തുറന്നിട്ടുണ്ട്. ആളെന്തായാലും ഇതിനെക്കുറിച്ച് ടെക്നിക്കലി കുറച്ച് അറിയാവുന്ന ആളായതുകൊണ്ട് ഫോൺ ഫോർമാറ്റ് ചെയ്ത് പാസ്വേഡ്സ് എല്ലാം ചേഞ്ച് ചെയ്തു. അപ്പോൾ നിങ്ങളുടെ ഫോണിലേക്കും ഇങ്ങനെയുള്ള കോളുകൾ വരാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഇതിൻ്റെ പല രീതിയിൽ, ഇപ്പോൾ ബാങ്കിങ് സെക്ടറിലായിക്കോട്ടെ, അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൻ്റെ കാര്യം പറഞ്ഞിട്ടോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സർവീസസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് നമ്മുടെ മൊബൈലിൽ ആരെങ്കിലും ഡൗൺലോഡ് ചെയ്യാൻ പറയുകയാണെങ്കിൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഈ ആപ്ലിക്കേഷൻ എന്താണ്? ആപ്ലിക്കേഷൻ ഒരു പേരുണ്ടാവുമല്ലോ, അവർ പറഞ്ഞു തരുന്ന പേരുണ്ട്. ആ പേര് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കണം. ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ തന്നെ അറിയാൻ പറ്റും നമുക്ക് ഇത് എന്തിനു വേണ്ടിയുള്ള ആപ്ലിക്കേഷൻസ് ആണ്, അല്ലെങ്കിൽ ഹാക്കേഴ്സ് യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് ആണോ തുടങ്ങിയ ഡീറ്റെയിൽസൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പം അത് വെരിഫൈ ചെയ്യുക. പിന്നെ ഓൾമോസ്റ്റ് ആരും തന്നെ നമ്മളോട് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ, അതായത് ഫോണിൽ സപ്പോർട്ട് ചെയ്യാത്തതോ അല്ലെങ്കിൽ അങ്ങനെയുള്ള നമ്മൾ ഉപയോഗിക്കുന്ന ഇൻ്റർനെറ്റ് ആയിക്കോട്ടെ, വേറെ എന്തായിക്കോട്ടെ, അതുമായിട്ട് ബന്ധപ്പെടാത്ത ഏതെങ്കിലും തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ചെയ്യാൻ പറയുകയാണെങ്കിൽ അതിന് ഡീറ്റെയിൽ ചെയ്ത് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ചെയ്യാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ നമ്മുടെ ഫോണിലെ മൊത്തം ഡാറ്റാസും നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ചോർന്നു പോകാനായിട്ട് സാധ്യതയുണ്ട്. ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി ചെയ്തൊരു വീഡിയോ ആണ്. അതുപോലെ തന്നെ ഈ ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.